രണ്ട് ഹിന്ദു സന്യാസിമാർ കൂടി കസ്റ്റഡിയിലായിരുന്ന വിവരം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശ്. ഇസ്കോൺ അംഗങ്ങളായ രുദ്രപതി കേശവദാസ്, രംഗനാഥ് ശ്യാമസുന്ദർദാസ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തതായിട്ടാണ് ബംഗ്ലാദേശ് സർക്കാർ നിലവിൽ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല 17 പേരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുവെന്നും വ്യക്തമാക്കുകയുണ്ടായി. നേരത്തെ അറസ്റ്റിലായിരുന്ന ഹിന്ദു സന്യാസി ചിന്മയ് കൃഷ്ണദാസിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായവർക്കെതിരെയാണ് നടപടിയെന്നാണ് നിലവിൽ നൽകിയിരിക്കുന്ന വിശദീകരണം. ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവ് മുഹമ്മദ് തൗഹിദ് ഹുസൈൻ പ്രതികരിച്ചത് ഇന്ത്യയുമായുള്ള ബന്ധം മോശമായതായിട്ടാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉലയാനുള്ള പ്രധാന കാരണം ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയതാണെന്നുള്ള വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്. RSS ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരികയുണ്ടായി. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ സാഹചര്യം വിലയിരുത്തിയിരുന്നു. ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടരുതെന്ന് ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടതായാണ് വിദേശകാര്യ മന്ത്രാലയം പ്രധാനമായും വ്യക്തമാക്കുന്നത്. ഇതിനിടെ ഇസ്കോണിന്റെ ബംഗ്ലാദേശിലെ പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്ന ഹർജി ധാക്ക ഹൈക്കോടതി തള്ളുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിലെ ചാട്ടോഗ്രാം നഗരത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നിരിക്കുന്നത്. ശാന്തനേശ്വരി മാതൃ ക്ഷേത്രം, ഷോണി ക്ഷേത്രം, ശാന്തനേശ്വരി, കാളിംബാരി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾക്ക് നേരെയാണ് പ്രധാനമായും ആക്രമണം നടന്നിരിക്കുന്നത്. ഹരിചന്ദ്ര മുൻസെഫ് ലെയ്നിൻ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30ഓടെയാണ് ഈ സംഭവം നടന്നത്. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുദ്രാവാക്യം വിളിച്ചെത്തിയ ഒരു സംഘം ക്ഷേത്രങ്ങൾക്ക് നേരെ ഇഷ്ടികൾ എറിയുകയായിരുന്നുവെന്നാണ്. ഈ ആക്രമണത്തിൽ ഷോണി ക്ഷേത്രത്തിനും മറ്റു ക്ഷേത്രങ്ങളിലും പ്രവേശന കവാടങ്ങൾ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ തകർക്കാനാണ് അക്രമികൾ ലക്ഷ്യമിടുന്നത് കോട്വാലി പോലീസ് സ്റ്റേഷൻ മേധാവി അബ്ദുൾ കരീം വെളിപ്പെടുത്തി. ക്ഷേത്രങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ ഉണ്ടായിരുന്നില്ലെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ബംഗ്ലാദേശിലെ ഇസ്കോൺ മുൻ അംഗവും ആത്മീയ നേതാവുമായ ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ഈ സംഘർഷം പ്രധാനമായും ആരംഭിച്ചത്. രാജ്യദ്രോഹ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത ദാസിന് ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ധാക്കയിൽ ഉൾപ്പെടെ ബംഗ്ലാദേശിലുടനീളം ഹിന്ദു സമൂഹം പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു. വലിയ സംഘത്തിലേക്കാണ് ഈ പ്രതിഷേധം വന്നത്. ജുമാ നമസ്കാരത്തിനു ശേഷം ഒരു വലിയ സംഘം ഹിന്ദുവിരുദ്ധ മുദ്രാവാക്യങ്ങളും ഇസ്കോൺ വിരുദ്ധ മുദ്രാവാക്യങ്ങളും വിളിക്കാൻ തുടങ്ങിയിരുന്നു. ബംഗ്ലാദേശിലെ ഈ സാഹചര്യത്തിൽ ഹിന്ദുക്കളുടെ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും സുരക്ഷയിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. ഷെയ്ഖ് ഹസീന അഭയം നൽകിയതുൾപ്പെടെ തുടർച്ചയായി ബംഗ്ലാദേശിലുണ്ടാകുന്ന കലാപങ്ങളും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് എങ്ങനെയാകുമെന്ന് കണ്ടറിയാം.